സ്വഹീഹുൽ ബുഖാരി ദർസ് 42 കിതാബുൽ ഇൽമ് വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു മാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹവ്വലുഹും ബിൽ മൗഇദതി വൽ ഇൽമി കൈ ലാ യൻഫിറു. ബാബു അധ്യായം മാ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നത് സംബന്ധിച്ച് യതഹവ്വലുഹും അവരോട് തഹവ്വുല് റിയായത്ത് പരിഗണന കാണിച്ചിരുന്നത് സംബന്ധിച്ച്. എങ്ങനെ പരിഗണന കാണിക്കുക? അതായത് ഇടക്ക് മാത്രം സമയം പരിഗണിച്ച് ഒക്കെ ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ച്. ബിൽ മൗഇദതി ഉപദേശം കൊണ്ടും വൽ ഇൽമി ഇൽമു കൊണ്ടും കൈ ലാ യൻഫിറു അവർക്ക് മടുപ്പ് തോന്നാതിരിക്കാൻ, വെറുപ്പ് പ്രയാസം ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടി, അതായത് സ്വഹാബാക്കൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ വേണ്ടി, മടുപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൽമിന്റെ കാര്യങ്ങൾ, ഉപദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് മാത്രം ആണ് നബി നൽകിയിരുന്നത്. തുടർച്ചയായിട്ട് മടുപ്പ് തോന്നുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചിരുന്നില്ല എന്നതാണ്. മൗഇദത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം, ഇൽമ് വിജ്ഞാനം, ഇൽമിന്റെ ഭാഗം തന്നെയാണ് ഉപദേശം. മൗഇദത്ത് എന്നുള്ളത് ഖാസാണ്, പ്രത്യേകമാണ്. ഇൽമ് എന്ന് പറയുമ്പോൾ കുറെ കൂടി ജനറലാണ്, ആമാണ്. ഹദീസ് 68 حدثنا محمد بن يوسف قال أخبرنا سفيان عن الأعمش عن أبي وائل عن ابن مسعود قال عبد الله بن مسعود رضي الله عنه എന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു كان النبي صلى الله عليه وسلم يتخولنا بالموعظة في الأيام كراهة السامة علينا. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യതഹവ്വലുന ബിൽ മൗഇദതി ഞങ്ങൾക്ക് ഉപദേശം ഇടയ്ക്കിടെ നൽകുമായിരുന്നു, തുടർച്ചയായിട്ടല്ലാതെ സമയം നോക്കി സാഹചര്യം നോക്കി ഇടക്ക് മാത്രം ഉപദേശിച്ചിരുന്നു. ഫിൽ അയ്യാമി ദിവസങ്ങളിൽ, കറാഹത്ത സാമത്തി അലീന ഞങ്ങൾക്ക് സാമത്ത് അതായത് മടുപ്പ് വെറുത്തുകൊണ്ട്, ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, ഞങ്ങൾക്ക് മടുപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മടുപ്പാകും എന്നത് നബി വെറുത്തിരുന്നു. അപ്പോൾ മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി ദിവസങ്ങൾ ഇടവിട്ട് അല്ലെങ്കിൽ സമയം സാഹചര്യം സന്ദർഭമൊക്കെ നോക്കിയിട്ട് അത് പരിഗണിച്ച് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയിരുന്നത് എന്നതാണ്. ഹദീസ് 69 حدثنا محمد بن بشار قال حدثنا يحيى بن سعيد قال حدثنا شعبة قال حدثني أبو التياح عن أنس عن النبي صلى الله عليه وسلم قال അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. യസ്സിറു വലാ തുഅസ്സിറു, യസ്സിറു നിങ്ങൾ എളുപ്പമാക്കൂ. യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം, ഉസ്ർ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയം ഏതൊരു പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട്. ഖുർആന്റെ ആയത്താണ്, സൂറത്ത് ഇൻഷിറാഹ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. അപ്പോൾ ഏതൊരേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടെന്നൊക്കെ പറയും. ഏതൊരു പ്രയാസം വന്നാലും ഒരു എളുപ്പമുണ്ടാവും പിന്നീട് എന്ന്. അപ്പോൾ യസ്സിറു എന്ന് പറഞ്ഞാലോ, യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കി, ലളിതമാക്കി, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കൂ ജനങ്ങൾക്ക്. വലാ തുഅസ്സിറു അവർക്ക് ഉസ്ർ ഉണ്ടാക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വ ബശ്ശിറു ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ. യസ്സിറു പറഞ്ഞാൽ നിങ്ങൾ എളുപ്പമാക്കൂ, വലാ തുഅസ്സിറു നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വ ബശ്ശിറു നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ, സുവിശേഷം അറിയിക്കൂ. വലാ തുനഫിറു നിങ്ങൾ മടുപ്പുണ്ടാക്കരുത്, നിങ്ങൾ വിദൂരത്താക്കി കളയരുത്, ജനങ്ങളെ ഒട്ടിച്ച് കളയരുത് എന്ന്. അതായത് ദീനിന്റെ നടപടികൾ നിങ്ങൾ ജനങ്ങൾക്ക് ലളിതമാക്കി മനസ്സിലാക്കി കൊടുക്കണം, എളുപ്പമാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 5 റക്അത്തുള്ള നിസ്കാരം 5 വക്തുള്ള നിസ്കാരം 3 വക്താക്കണം എന്നല്ല. പറയുന്ന കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കണം, മശക്കത്ത് ഉണ്ടാക്കരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വലാ തുഅസ്സിറു അവർക്ക് നിങ്ങൾ പ്രയാസം ഉണ്ടാക്കരുത് എന്നതാണ്, ഞെരുക്കരുത് അവരെ. അതേപോലെ ഇതിൽ ഈ ഹദീസിൽ മറ്റൊരു ആശയം കൂടി ഉണ്ട്.
ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്ന ആളുകൾക്ക് ദീൻ ലളിതമാണ് എന്ന് അവർക്ക് ബോധ്യം വരുന്ന വിധത്തിൽ ദീനിന്റെ നടപടികൾ പറഞ്ഞു കൊടുക്കണം. ആദ്യമൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ലഘുവായ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ക്രമേണ ഗ്രാജ്വലായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അല്പം പ്രയാസകരമായ കാര്യങ്ങൾ അതിലേക്ക് അവരെ എത്തിക്കാം. അതല്ലാതെ ഒറ്റയടിക്ക് ആദ്യം തന്നെ ദീൻ സ്വീകരിച്ച ആൾക്ക് വളരെ പ്രയാസമുള്ള മസാലയോ വളരെ പ്രയാസമുള്ള കാര്യങ്ങളോ പറഞ്ഞു കൊടുത്ത് അയാളെ ബുദ്ധിമുട്ടിക്കുക, അയാളെ ദീനിൽ നിന്ന് അകറ്റുക ചെയ്യരുത് എന്നതാണ്. അതേപോലെ മതത്തിന്റെ നടപടികൾ പൊതുവെ മനുഷ്യർക്ക് ലളിതമായി വിവരിച്ചു കൊടുക്കുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, മനസ്സ് ഉറപ്പിക്കാതിരിക്കുക, ഇതൊക്കെ ദഅവത്തിന്റെ രീതികളാണ്. ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിൻ്റെതായ രൂപത്തിൽ വേണമെന്നതാണ്. അതേപോലെ തുടർച്ചയായിട്ട് അധ്യാപനം, തുടർച്ചയായിട്ട് ഇങ്ങനെ ദീർഘമായ സമയം ജനങ്ങളെ മടുപ്പിക്കുന്ന രൂപത്തിലുള്ള നസീഹത്ത്, അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു വരും. ഇതൊക്കെയാണ് ഈ ഹദീസിന്റെ ആശയം.